ചാനലിലേക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈലിൽ നമ്മളെല്ലാവരും കാണുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും സ്ക്രീനിൽ. അതായത് ലൈറ്റ് മോഡും ഡാർക്ക് മോഡും. ഡാർക്ക് മോഡ് അഥവാ നൈറ്റ് മോഡ്. അപ്പം നമ്മൾ ഈ ഡാർക്ക് മോഡ് നൈറ്റ് മോഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനും നമ്മുടെ കണ്ണിന് വരുന്ന സ്ട്രെയിൻ അത് കുറക്കാനും ഡാർക്ക് മോഡ് അഥവാ നൈറ്റ് മോഡ് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. കാരണം മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവർ നമ്മുടെ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനായി മാറിയിട്ടുണ്ട് വാട്സപ്പ്. അപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പേരും അത് നൈറ്റിൽ യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് മോഡ് എനേബിൾ ആക്കിയിട്ടാണ് യൂസ് ചെയ്യാറ്. കാരണം വാട്സപ്പിൻ്റെ മൊബൈൽ വേർഷനിൽ നൈറ്റ് മോഡ് എനേബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ വാട്സപ്പ് വെബിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡെസ്ക് ടോപ്പ് വേർഷനിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുവരെ വാട്സപ്പ് ഒഫീഷ്യലായിട്ട് ഡാർക്ക് മോഡ് അവൈലബിൾ ആയിട്ടില്ല വാട്സപ്പ് വെബിൽ. അപ്പോൾ നമുക്കത് എങ്ങനെ ഒരു ട്രിക്കി വേയിലൂടെ നമുക്ക് എങ്ങനെ അത് എനേബിൾ ആക്കാം നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വാട്സപ്പ് വെബ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെ വാട്സപ്പ് വെബ് ഓപ്പൺ ആക്കണമെന്ന്. കാരണം QR കോഡ് സ്കാൻ ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ ഈ വാട്സപ്പ് വെബ് സ്ക്രീനിൽ ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത്, കാരണം ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് നമ്മൾ മൗസ് പോയിൻ്റ് വെച്ച് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്റ്റ് എന്ന് പറഞ്ഞുള്ളൊരു എലമെൻ്റാണ് നമ്മൾ ഒരു ഫീച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീച്ചർ മാത്രമേ ഇത്രയും ഓപ്ഷൻസ് മാത്രമേ എനേബിൾ ആയിട്ട് വരും. കാരണം ഇവിടെ വെച്ചിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്പെക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ഫീച്ചർ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീച്ചർ എനേബിൾ ആവും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീച്ചർ എനേബിൾ ആവും. നേരെ മറിച്ച് അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീച്ചർ എനേബിൾ ആവില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റ് എന്ന് കാണുന്ന ഒരു ഫീച്ചർ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതായത് ജസ്റ്റ് നോർമലായിട്ട് കാണുന്ന ഈ വാട്സപ്പ് വെബിൻ്റെ പിറകിലുള്ള ചെറിയൊരു കോഡിങ് എലമെൻ്റാണ് ഇൻസ്പെക്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റ് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും മുകളിലായിട്ട് കാണാൻ പറ്റും ഇവിടെ ബോഡി ക്ലാസ് ഈക്വൽ ടു വെബ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ വെബ് എന്നുള്ളൊരു ഭാഗത്ത് നമ്മൾ മൗസ് പോയിൻ്റ് വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് കഴ്സർ വെബിൻ്റെ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പേസ് ചെയ്യാം. സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം സ്മോൾ ലെറ്റർ തന്നെ ഡാർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റ് എലമെൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കാണുന്ന വിൻഡോയിൽ ഏറ്റവും മുകളിൽ ബോഡി ക്ലാസ് ഈക്വൽ ടു വെബ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ജസ്റ്റ് സ്പേസ് ഇട്ട് ഡാർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഡാർക്ക് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യാൻ മറക്കുക. ഇപ്പോൾ കാണാൻ പറ്റും ഓൾറെഡി ഡാർക്ക് മോഡായിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിപ്പോൾ ഡാർക്ക് മോഡായിട്ട് വാട്സപ്പ് വെബ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് താൽക്കാലികമാണ്, ഇത് പെർമനൻ്റായിട്ട് മാറുന്നല്ല. ഇതിന് ശേഷം നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ രൂപത്തിലോട്ട് തന്നെ മാറും. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണോ ഈ ഡാർക്ക് മോഡ് വേണ്ടത് ആ സമയത്ത് നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റ് എന്നൊരു എലമെൻ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു ഫീച്ചർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ. ഇപ്പം ഞാനിതൊന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് റീഫ്രഷ് ചെയ്ത സമയത്ത് കാണാൻ പറ്റും, കണ്ടില്ലേ? ഇപ്പോൾ പഴയ പോലെ തന്നെ. ഇപ്പോൾ വീണ്ടും നമ്മൾ എപ്പോഴൊക്കെയാണോ ഇതിൻ്റെ ആവശ്യം വേണ്ടത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിത് കാരണം ഇത് ഒഫീഷ്യലായിട്ട് വാട്സപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല, ഡാർക്ക് മോഡ് എനേബിൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്കി വേയിലൂടെ ഇത് എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണോ ഇതിൻ്റെ ആവശ്യം വരുന്നത് ഡാർക്ക് മോഡിൻ്റെ, അതായത് നൈറ്റ് സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സമയം വാട്സപ്പ് വെബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്പെക്റ്റ് എലമെൻറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്യാം. അതിനുശേഷം കാണുന്ന കോഡിങ് എലമെൻറ്റിൽ ജസ്റ്റ് ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ കാണാൻ പറ്റും ബോഡി ക്ലാസ് വെബ്, ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കഴ്സർ ഇവിടെ വെച്ചിട്ട് സ്പേസ് അടിച്ചിട്ട് ഡാർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ ഇടയിൽ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.